1960 അല്ലേ? പക്ഷെ മത്സരിച്ച് ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. വേണമെങ്കിൽ സ്പീക്കർ സ്ഥാനം തരാം, അത് തൊപ്പി ഊരിയിട്ടാണ് സ്പീക്കറായിട്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞത് കേരള രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ അന്തസ്സായി മന്ത്രിസഭയിലെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നടുമുറ്റത്തേക്ക് കടന്നു വരാൻ അനുവദിച്ചത് EMSന്റെ നേതൃത്വത്തിൽ സപ്തകക്ഷി മുന്നണി ഗവൺമെന്റ് 67 വന്നപ്പോഴാണ്. ആ ഗവൺമെന്റാണ് മലപ്പുറം ജില്ലയെ അനുവദിച്ചത്. ആ ഗവൺമെന്റാണ് കോഴിക്കോട് സർവകലാശാല മലപ്പുറത്തെ ചേളാരി ആസ്ഥാനമായി സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. ഇതെല്ലാം അപ്പീസ്മെന്റിന്റെ ഭാഗമല്ല. വ്യത്യസ്ത വിഭാഗങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ തയ്യാറാകുമ്പോൾ രാഷ്ട്രീയ ഉപജാപത്തിന്റെ ഭാഗമായി ന്യൂനപക്ഷത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരാണ് BJPക്കാരും കോൺഗ്രസുകാരും. ഉത്തരേന്ത്യയിൽ കത്തോലിക്ക വിശ്വാസികൾക്ക് നേരെ നടന്ന ആക്രമണം, ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ പിടിച്ച് കന്യാസ്ത്രീകളെ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ജയിലിലടച്ചില്ലേ? അവിടെ ആരാ മുന്നിൽ നിന്ന് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോയ ആദ്യം അവിടെ എത്തിച്ചേർന്ന MPമാരാരാണ്? ജോൺ ബ്രിട്ടാസും ആദരണീയനായ രാജ്യസഭാ മെമ്പർ ജോസ് കെ മാണിയും CPIയുടെ രാജ്യസഭാ മെമ്പർ സന്തോഷ് കുമാറും DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടി ആയ രാജ്യസഭാ അംഗം A. റഹീമും ബൃന്ദാക്കാരാട്ടും ഇവരെല്ലാം ഓടിയെത്തി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ചപ്പോൾ. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൽ ഇത്തരം പ്രതിബദ്ധത ഹിന്ദുമത വിശ്വാസികളിലെ പിന്നോക്കത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മുതൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വരെ സംശയരഹിതമായി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അവസാനമായി ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന ശ്രീ VD സതീശന്റെയും അതുപോലെ തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെയും AICC പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയുടെയും എല്ലാം അവകാശവാദമാണ്. തങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് UDF പ്രഖ്യാപിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം കേരളത്തിൽ ഇടതുപക്ഷം നല്ലതാണ് എന്ന് UDFും സമ്മതിക്കാൻ നിർബന്ധിക്കപ്പെട്ടു എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. എന്നാൽ ഇടതുപക്ഷം എന്നത് അത്തരം അവകാശവാദങ്ങളിലൂടെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ? കൂടുതൽ ഞാൻ പറയുന്നില്ല. നയങ്ങൾ ഓരോന്നും ആലോചിക്കണം. ഇന്ത്യയിൽ ഇന്ന് പിന്തുടരപ്പെടുന്ന മുതലാളിത്ത ചൂഷക വിഭാഗങ്ങൾക്ക്, മൂലധന ശക്തികൾക്ക് സർവതന്ത്ര സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന പ്രത്യേക സാമ്പത്തിക നയം, അതിനെ നവലിബറൽ സാമ്പത്തിക നയങ്ങളെന്ന് പറയും. അതൊരു ന്യൂനോക്തിയാണ്, ഒരു യൂഫമിസമാണ്. യഥാർത്ഥത്തിൽ തീവ്ര മുതലാളിത്ത സാമ്പത്തിക നയങ്ങളെന്നാണ് അതിന് പറയേണ്ടത്. പക്ഷെ സാമ്പത്തിക ശാസ്ത്ര ചർച്ചയിൽ ന്യൂലിബറൽ സാമ്പത്തിക നയങ്ങളെന്ന് പറയുന്നു. ആ സാമ്പത്തിക നയങ്ങൾ സംബന്ധിച്ച് BJPയും കോൺഗ്രസും തമ്മിൽ വല്ല തർക്കമുണ്ടോ? അവരൊരുപോലെ ഇതിനെ പിന്താങ്ങുകയല്ലേ? യഥാർത്ഥത്തിൽ 1991 നരസിംഹറാവു ഗവൺമെന്റ് അല്ലേ ഈ സാമ്പത്തിക നയങ്ങൾ ഏറ്റവും ശക്തമായിട്ട് നടപ്പാക്കാൻ തുടങ്ങിയത്. BJP വന്നപ്പോൾ കൂടുതൽ തീവ്രമായി അത് നടപ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള തർക്കം ഈ സാമ്പത്തിക നയങ്ങളുടെ ഉപജ്ഞാതാക്കൾ ആരാണെന്നുള്ളതാണ്. രണ്ടു കൂട്ടരും പറയുന്നത് ഞങ്ങൾ കൊണ്ടുവന്ന സാമ്പത്തിക നയം നിങ്ങൾ കോപ്പിയടിച്ചു എന്നാണ്. ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരോട് പറയുന്നു. ഇടതുപക്ഷത്തിന് മറ്റ് ഒരു സമീപനമാണുള്ളത്. പിന്നെ ഇന്ത്യയിലെ ഭരണവർഗങ്ങൾ അവരുടെ എല്ലാ പിന്തുണയും സാമ്പത്തിക സഹായവും നൽകി വളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പാർട്ടികളെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന പരിപാടി വന്നു. കുത്തകകൾ നൽകുന്ന സംഭാവനയാണ്, അഴിമതിയാണ്. സുപ്രീം കോടതി അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു ഇല്ലേ? ആ ഇലക്ട്രൽ ബോണ്ട് അനുസരിച്ച് 6000 കോടി രൂപ BJPക്ക് സംഭാവന കിട്ടുമ്പോൾ അതിന് നേർപകുതി കോൺഗ്രസിനും കിട്ടുന്നുണ്ട്. അപ്പൊ അംബാനിമാരും അദാനിമാരും ഈ രണ്ട് പാർട്ടികളിൽ ഭരണത്തിലിരിക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ ശതമാനം സംഭാവന കൊടുക്കും, പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് ശതമാനം കുറച്ച് കുറയും, എന്നാലും സംഭാവന കൊടുക്കുന്നുണ്ട്. ഇത്തരം കുത്തകകളിൽ നിന്ന് 1 രൂപ പോലും സംഭാവന വാങ്ങിക്കാതെയാണ് CPIMും CPIയും
ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന കാര്യവും സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ആമുഖമായി പറയാം. ക്ഷമിക്കണം, ഒരല്പം നീണ്ടുപോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.